ഭയങ്കര വേരിയേഷൻ. അപ്പോൾ നെയ്മർ 450 കോടിൻ്റെ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ 1 മില്യൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അവിടെ കിട്ടും. നമ്മളൊരു കസ്റ്റമർക്ക് ദുബായിൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ബിൽഡർ പ്രോപ്പർട്ടിയാണ് സജസ്റ്റ് ചെയ്യേണ്ടത്? അത് നമ്മൾ കസ്റ്റമറെ ബഡ്ജറ്റും കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. സപ്പോസ് ഒരു കസ്റ്റമർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കമ്മ്യൂണിറ്റി താമസിക്കണം, അല്ലെങ്കിൽ നല്ല അടിപൊളി കമ്മ്യൂണിറ്റിയിലാണ് വേണ്ടതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒന്നെങ്കിൽ ശോഭ അല്ലെങ്കിൽ ദമാക്കാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 200 ഏക്കർ 250 ഏക്കർ വലിയ കമ്മ്യൂണിറ്റീസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സപ്പോസ് ഈ കസ്റ്റമർക്ക് റെൻ്റൽ റിട്ടേൺസ് മതി, അവർക്ക് റിട്ടേൺസ് ആണ് ഫോക്കസ് ചെയ്യുക, റിട്ടേൺസ് ഹൈ റിട്ടേൺസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ധനൂപിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിങ്കാട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ധനൂപിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് പ്ലാനും അടിപൊളിയാണ്. കസ്റ്റമർക്ക് ഫുൾ എമൗണ്ട് ഒരുമിച്ച് കൊടുക്കണമെന്നില്ല, 75% അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്ലാന് പ്രോപ്പർട്ടി കയ്യിൽ കിട്ടിയതിന് ശേഷം അടച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ധനൂപിലുണ്ട്. ബിങ്കാട്ടിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിങ്കാട്ടിയിൽ ഭയങ്കര വേരിയേഷൻ. അപ്പോൾ നെയ്മർ 450 കോടിൻ്റെ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ 1 മില്യൻ്റെ പ്രോപ്പർട്ടി നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ലക്ഷറി ഹൈ എൻഡ് പ്രോപ്പർട്ടീസും ഉണ്ട്, നോർമൽ പ്രോപ്പർട്ടീസും ബിങ്കാട്ടി ഉണ്ട്. പിന്നെ ബിങ്കാട്ടിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ 2 ഇയർ കഴിഞ്ഞിട്ടാണ് അവർ ലോഞ്ച് ചെയ്യുക. പ്രോപ്പർട്ടി സ്ട്രക്ചർ ആയതിനു ശേഷമാണ് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യുക. അപ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയേഴ്സ് 1.5 ഇയേഴ്സിൽ നമുക്ക് പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടും. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ബിൽഡേഴ്സായ സ്കൈലൈന്, കോൺഫിഡൻറ്റ്, ഗാലക്സി ഒക്കെ അവിടെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ബിൽഡേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നാട്ടിലെ സ്റ്റൈലുള്ള ഡിസൈൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ച് റൂഫ് ഹൈറ്റ് കുറച്ച് കൂടുതലുണ്ടാവും. നമ്മുടെ ആൾക്കാർക്ക് എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് ആ ഡിസൈൻ ആയിരിക്കും അതുണ്ടാവുക. നമുക്കത് ഒരു സ്പെഷ്യൽ റേറ്റും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ JVC പോലുള്ള ഹൈ റെസിഡൻഷ്യൽ ഏരിയാസിലാണ് ഈ പ്രൊജക്ട്സ് ഒക്കെ ഉള്ളത്. ഇതൊക്കെയാണ് അവിടുത്തെ ആക്ച്വലി ലീഡിംഗ് ബിൽഡേഴ്സ് ആയിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ബെസ്റ്റ് ഏറ്റവും ലീഡിംഗ് ബിൽഡേഴ്സിൻ്റെ പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത്.